ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാനൊരു 3 തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാം, ഇത് വറുത്ത് വയ്ക്കാനാണത്. അപ്പം നമുക്ക് മീനൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വറുത്തരച്ച മീൻ കറി വെക്കണമെങ്കിൽ ഇത് വളരെ സഹായമാകും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2-3 തേങ്ങ ചിരുകി വറുത്തെടുത്ത് കുപ്പിയിലിട്ട് വയ്ക്കും. അപ്പം പിന്നെ നമുക്ക് പെട്ടെന്നൊരു മീൻ കറി തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇത് എങ്ങനെയാണ് നമുക്ക് ഈ തേങ്ങ വറുത്ത് കുപ്പിയിലിട്ട് വെക്കുന്നത് നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കുപ്പിയിലിട്ട് സൂക്ഷിച്ചാൽ മതി. അപ്പം നമുക്ക് വറുത്തരച്ച കറികൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്നൊരു മീൻ കറിയോ വറുത്തരച്ച തീയലോ ഒക്കെ വെക്കണമെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ ഇത്രയും 1 സ്പൂൺ കുരുമുളക് കൂടി ഇടണം. ഇനി നമുക്ക് ആദ്യം നല്ല ബ്രൗൺ കളറായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് വറുത്തിട്ടണമെങ്കിൽ തേങ്ങ തിരുങ്ങുമ്പം ഒരേ സൈസിലല്ലെങ്കിൽ നിങ്ങൾ മിക്സിക്കകത്തൊന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരേ സൈസിൽ കിട്ടും. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് വറുത്തെടുക്കാൻ പറ്റും. പല സൈസാകുമ്പം പല പരുവമായി പോവും. അതേപോലെ തന്നെ ഈ വറുക്കുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വറുത്തെടുക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് തേങ്ങ വറുത്ത് കിട്ടും. പിന്നെ അവിടെ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ചെറുതായിട്ട് ബ്രൗൺ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം വറുക്കാൻ. അപ്പം ഒരു ചെറിയ നിറം ആകുമ്പോഴത്തേന്, ചെറിയ ബ്രൗൺ നിറം ആകുമ്പോഴത്തേന് നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ 3 തേങ്ങ മീഡിയം സൈസ് ചിരുകി എടുത്താണ്. ഇത്രയേ ഉള്ളൂ വറുത്ത് വന്നപ്പം. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ ഞാൻ ഈ മസാലയും കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വറക്കും. അപ്പം നമ്മൾ വറുത്തരച്ച കറി വെക്കുമ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് മുളക് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി. ഇത് എന്ത് എളുപ്പമാണെന്നറിയാമോ, നമുക്കൊരു മീൻ കറി വെക്കണമെങ്കിൽ ഇതൊരു കുപ്പിക്കകത്തിട്ട് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ഇത് അരച്ചിട്ട് ഒരു മീൻ കറി തയ്യാറാക്കി എടുക്കാം. ഓഫീസിലൊക്കെ പോകേണ്ടവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുക. സമയം കിട്ടുമ്പോൾ തേങ്ങ ചിരുകി വറുത്തെടുത്തിട്ട് അങ്ങനെ കുപ്പിക്കകത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് എനിക്കൊരു മീൻ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു കുപ്പിക്കകത്തിട്ട് വെക്കണം. അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം കുപ്പിക്കകത്തിട്ട് വെക്കുക. തേങ്ങ വറുത്തരയ്ക്കുന്ന മീനാണെങ്കിൽ ഇത് കണക്ക് നമ്മൾ ഇടുക, മിക്സിക്കകത്തിടുക, അരയ്ക്കുക, മീൻ കറി ഉണ്ടാക്കുക. അപ്പോൾ എത്ര പെട്ടെന്നാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ചൂടാറട്ടെ, വെയിറ്റ് ചെയ്യാം, എന്നിട്ടൊരു കുപ്പിക്കകത്തിട്ട് വെക്കാം. അപ്പം ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ദേ കുപ്പിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വറുത്തരച്ച കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.